വി.ഡി. സതീശൻ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഈ കണ്ടന്റ് കണ്ടിട്ട് എന്റെ നാട്ടിൽ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി എന്റെ നാട് മാറി എന്ന തോന്നൽ വി.ഡി. സതീശൻ ഉണ്ടാകണ്ടേ? നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ വേദിയിൽ തുണിയില്ലാതെ നടത്തിയ ആവിഷ്കാരത്തിനെതിരെ ആളുകൾ പരിഹാസവുമായി ഇറങ്ങിയതിന് ഹേ മിസ്റ്റർ, നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മണ്ടയിൽ കയറാൻ പോകുന്നത്? അതിനും വി.ഡി. സതീശൻ മറുപടി പറയണമെന്നാണ് ഒരു പുളുന്താൻ സഖാവ് പറയുന്നത്. എന്നിട്ട് വി.ഡി. സതീശൻ്റെ വായനയെയും നിലവാരത്തെയും ഒക്കെ അങ്ങ് പരിഹസിക്കുകയുമാണ്. അല്ല വസീഫേ, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ നാടകാവിഷ്കാരം തുണിയില്ലാതെ തന്നെ അവതരിപ്പിക്കണമെന്ന് നിർബന്ധം വല്ലതുമുണ്ടോ? പിച്ചിച്ചീന്തിയ വസ്ത്രങ്ങളോടെ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വകതിരിവും ഡിവൈഎഫ്ഐക്കാർക്കും CPMകാർക്കും ഇല്ലാതെ പോയോ? അതോ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നോ? ഇവിടെ നാടകം അവതരിപ്പിച്ച നടിയെപ്പറ്റി യാതൊരു വിധമായ പരാമർശവും നടത്തുന്നില്ല. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് അത്രത്തോളമുണ്ട് കേരളത്തിൽ. ആർത്തവ കവാടം ഒരുക്കിയതിനും ചുംബന സമരം നടത്തിയതിനെയുമൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പാടി പുകഴ്ത്തുകയും ചെയ്ത ആളുകളാണ് കമ്മിവർഗം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഒരു നാടകം നടത്തുന്നു. അതിലൊരു നടി ഒറിജിനാലിറ്റിക്ക് വേണ്ടി അർത്ഥനഗ്നയായി നിന്ന് അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കുന്നു. അത് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതൊരു ആഭാസത്തരമാണെന്ന് പറഞ്ഞ് വിമർശിക്കാനുള്ള അവകാശമുള്ളവരും ഈ നാട്ടിലുണ്ട് ഹേ. കാരണം പൊതുസ്ഥലത്തെ നഗ്നതാ പ്രദർശനം അപഹാസ്യമാണ്. അത് കലയുടെ കാര്യത്തിലായാലും ഗാനമേളയ്ക്കായാലും. വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട നഗരത്തിൽ കണ്ട ഒരു കാഴ്ച പറയട്ടെ. അവിടെ ടൗൺ ഹാളിന് മുമ്പിലായി ബസ് സ്റ്റോപ്പിൻ്റെ സമീപത്ത് ഒരു മദ്യപാനി ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥയിൽ മലർന്നു കിടക്കുന്നു. അയാളുടെ ആ കിടപ്പ് കണ്ടവരൊക്കെ നാണിച്ച് തല താഴ്ത്തി കുട കൊണ്ട് മുഖം മറച്ച് നടന്നുപോയി. അമ്മപെങ്ങന്മാർക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോഴത് ആടിക്കുഴഞ്ഞ് വേറൊരാൾ വരുന്നു. നഗ്നനായ കുടിയൻ്റെ മലർന്നുള്ള കിടപ്പും ആളുകളുടെ അസഹ്യതയും കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അഭിമാനക്ഷതമുണ്ടായി. തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്ന ഒരു തേക്കിൻ്റെ ശിഖരത്തിൽ നിന്നും വലിയ ഒരു ഇല എടുത്തുകൊണ്ട് വന്ന് അയാൾ ആ കിടന്നവൻ്റെ നഗ്നതയ്ക്ക് മേൽ വെച്ചു. ആ തേക്കില കാറ്റടിച്ചെങ്ങാനും പറന്നു പോയാലോ എന്ന് കരുതി ഒരു ചെറിയ കല്ലുമെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചു. അപ്പോഴാണ് അവിടെ നിന്നവർക്കൊക്കെ ആശ്വാസമായത്. ഈ വഴിപോക്കൻ്റെ മര്യാദയും മാന്യതയുമെങ്കിലും ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാർക്കും സഖാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ദില്ലിയിലെ പാറ്റാ സമരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പാർട്ടി ഇപ്പോൾ ജെൻസി മോഡിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. ഗോവിന്ദൻ പാൻറ്റിന് അളവെടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ ഈ നാടകാവിഷ്കാരവുമുണ്ട്. ഡിവൈഎഫ്ഐയെ നാളെ നയിക്കേണ്ട അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടന്ന മുദ്രാവാക്യം ആരും മറക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ നാടകമൊക്കെ എന്തോന്ന്? ഈ വസീഫിനെ പോലെയുള്ള വിവരദോഷികൾ വളിപ്പടിക്കുന്നത് കേൾക്കുമ്പോൾ മനുഷ്യൻ തലയിൽ കൈവച്ച് ചിരിക്കും. ഇത്ര നല്ലൊരു കണ്ടന്റ് വേദിയിൽ അവതരിപ്പിച്ചതിനെ പരിഹസിക്കുന്നതിനെതിരെ എന്തുകൊണ്ട് വി.ഡി. സതീശൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് ചോദ്യം. വി.ഡി. സതീശൻ്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണി മുഴക്കിയ മുതലാണ് ഇയാളെന്ന് ഓർക്കണം. അതിന് വി.ഡി. അന്ന് മറുപടി പറഞ്ഞത് പോടാ ചെറുക്ക എന്നാണ്. ഇതേ വസീഫാണ് വയനാട്ടിൽ കോൺഗ്രസ്സുകാർ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുവിൽ കയറി കുടില് കെട്ടി സമരം നടത്താൻ തുടങ്ങിയത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് തല്ലി ഓടിക്കും, അങ്ങനെ ഞങ്ങളുടെ വസ്തുവിൽ കയറി കുടില് കെട്ടാൻ വന്നാലെന്നാണ്. മനുഷ്യൻ്റെ നീറുന്ന നൂറ് പ്രശ്നങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പരിഹാരം കാണാൻ പോകുന്നോ? നിൻ്റെയൊക്കെ തുണിയില്ല ഡാൻസിനെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കാൻ പോകുന്നു. ഇപ്പോഴും വകതിരിവില്ലാത്ത ഈ വസീഫിനെ പോലെയുള്ള നിലവാരമില്ലാത്ത നേതാവ് പറയുന്നത് കേട്ടില്ലേ? ഞങ്ങളിടുന്ന പോസ്റ്റുകളൊക്കെ മെറ്റയെ സ്വാധീനിച്ച് വി.ഡി. സതീശൻ പിൻവലിപ്പിക്കുകയാണെന്ന്. ഇവനൊക്കെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഗതികേട് ആലോചിക്കുന്നത്. എന്തായാലും ഒപ്പമുണ്ടായിരുന്ന സനോജ് ദുരന്ത കൊടുങ്കാറ്റിലും രക്ഷപ്പെട്ട് നിയമസഭയിലെത്തി. വസീഫ് അനാഥനായി ഇവിടെയൊക്കെ തന്നെ ഇനി അലയേണ്ടി വരും. വർത്തമാനത്തിൽ യാതൊരു പക്വതയോ പാകതയോ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ വസീഫ്. വി.ഡി. സതീശൻ കലയെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്നയാളാണെന്ന് പറഞ്ഞു നടന്നാൽ മാത്രം മതിയോ എന്നാണ് ചോദ്യം. എടാ, ഡിവൈഎഫ്ഐക്കാരൻ്റെ സമ്മേളനത്തിന് തുണി പറിക്കുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതൊരു കടുങ്കയ്യല്ലേ വസീഫെ? അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യ സംസ്ഥാന സമ്മേളനം ഡിവൈഎഫ്ഐ നടത്തുന്നത്. ഈ സമ്മേളനത്തിലാണല്ലോ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. പ്രഖ്യാപനം കഴിഞ്ഞാലുടൻ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി അന്ന് കൊല്ലത്ത് വിളിച്ച മുദ്രാവാക്യം വിളിച്ച് ഒരു പടുകൂറ്റൻ ജാഥ നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യ ഷോ വൻ വിജയമായതിനെ തുടർന്ന് വീണ്ടും ഒന്നുകൂടി നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം.
വസീഫിൻ്റെ വിചാരം വി ഡി സതീശൻ വായിക്കുന്ന പുസ്തകമൊക്കെ പഴയ മുത്തുച്ചിപ്പിയോ ഫയറോ ഒക്കെയാണെന്നാണ്. അടിയിൽ ധരിക്കേണ്ടതെല്ലാം പുറമേ കാണിച്ച് നാടകം കളിക്കുന്നു. ജനങ്ങൾ കൂവിയപ്പോൾ അത് സതീശൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നു. ഇതിപ്പോൾ വേലന് കലി കയറിയാൽ കോഴിയുടെ തല പോകുമെന്ന ചൊല്ലുപോലെയായി കാര്യം. CPM-നും DYFIക്കും SFIക്കും എന്ത് തട്ടുകേട് വന്നാലും അതിനെല്ലാം ഉത്തരവാദി വി ഡി സതീശനാണ്. ഈ കമ്മികൾ ഇപ്പോഴും പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ സർക്കാർ എന്തോ ചെയ്തു കൂട്ടി എന്ന മട്ടിലാണ്. സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരവരുടെ അഭിപ്രായം പറയും. അത് ചിലർ അംഗീകരിക്കും, ചിലർ തള്ളിക്കളയും. അതിനൊക്കെ സർക്കാർ നടപടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? പുളുന്താന്മാരെ, ഒരു പാരടിപ്പാട്ടിനെതിരെ കേസെടുത്ത ദുർഭരണക്കാരനായിരുന്നു പിണറായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മതവികാരങ്ങൾ തകർന്നാൽ പോലും നിങ്ങളൊക്കെ കൈകൊട്ടിച്ചിരിക്കുന്നവന്മാരാണ്. പണ്ട് MF ഹുസൈനെ കൊണ്ട് ഹിന്ദുക്കൾ ആരാധിക്കുന്ന സരസ്വതി ദേവിയെ നഗ്നയായി വരപ്പിച്ച് കയ്യടിപ്പിച്ച് പുരസ്കാരം കൊടുത്തവരാണ് നിങ്ങൾ. കേരളത്തിലെ മനുഷ്യർ അല്പം വകതിരിവുള്ളവരായതുകൊണ്ട് അത് കലയാണെന്ന് അംഗീകരിച്ച് കലാപത്തിന് പോയില്ല. DYFIയുടെ വേറൊരു മുഴുത്ത നേതാവായ സനോജ് പറയുന്നത് ഈ നാടകത്തോടെ അടിയന്തരാവസ്ഥയെ ഓർത്തു, നടിയെ ഓർത്തു എന്നൊക്കെയാണ്. ഇങ്ങനെ തുടിമറിച്ചാടിയില്ലെങ്കിൽ അടിയന്തരാവസ്ഥ ജനം മറന്നു പോകുമായിരുന്നു. അമ്മമാർ മക്കൾക്ക് പാരമ്പര്യ പാചകവിധികൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തൊരാക്ഷേപമായിരുന്നു സതീശനെതിരെ. നാടാകെ DYFIക്കാർ എത്ര സമരം നടത്തി. പക്ഷേ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി അവർ പറയുന്നത് കേട്ടല്ലോ. കുറച്ചുനാൾ മുമ്പ് വേടൻ്റെ തെറിപ്പാട്ടായിരുന്നു ഇവർക്ക് പ്രാണവായു നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ അല്പം തെറിയും തുണിക്കുറവുമില്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ നാടകത്തെ ഹൃദയത്തിൽ ഏറ്റിയാണത്രേ സഖാക്കൾ വീട്ടിലേക്ക് പോയത്. അത്രമാത്രം അവരെ ഉലച്ചു കളഞ്ഞു ആ അഭിനയം. അല്ല സഖാക്കളെ, ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണല്ലോ ബലാത്സംഗം ചെയ്യപ്പെട്ട അർദ്ധനഗ്ന ശരീരം നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നത്. തല കൊയ്യുന്ന രംഗം നിങ്ങൾ ഇതുപോലെ തന്നെ അഭിനയിച്ച് കാണിക്കുമോ? ഒരു കറുത്ത കുടയോ കരിങ്കാക്കയെയോ കണ്ടാൽ ഹാലിളകുമായിരുന്നു പിണറായി കാലത്ത് DYFIക്കാർക്കും. എന്തിനേറെ ഒരു കറുത്ത ബ്രേസർ പോലും പെണ്ണുങ്ങൾക്ക് അയയിൽ നനച്ചിടാൻ കഴിയാത്ത കാലം. മരണവീടിന് മുമ്പിൽ ഒരു കരിങ്കൊടി കെട്ടിയാൽ അതും പോലീസ് അഴിച്ചുകൊണ്ടു പോകുമായിരുന്നു. ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരൊറ്റ സിനിമ പോലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലായിരുന്നു. നിന്റെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പുഴുങ്ങി ഉണക്കി AKG സെൻറ്ററിനെ പരണത്ത് കൊണ്ട് വെച്ചുകൊള്ളുക. CPMകാരുടെ നാവഴിഞ്ഞാട്ടത്തെയും തുണിയഴിച്ചാട്ടത്തെയും ജനം കൈകൊട്ടി വരവേറ്റുകൊള്ളണമെന്ന് എവിടാടോ വസീഫെ എഴുതി വച്ചിരിക്കുന്നത്?